നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്ക് മാത്രമല്ല പുതിയൊരു വീട്ടിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹോം ടൂർ വീഡിയോ ആണ്. കുറേ പേര് ചോദിച്ചൊരു വീഡിയോ ആണ്. പക്ഷേ ഈ വീട്ടിലേക്ക് വന്നിട്ട് 2 മാസമായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. കാരണം കുറേ തിരക്കും പിന്നെ കുറച്ചൊക്കെ എൻ്റെ മടിയാണ്. തിരക്കില്ലെങ്കിലും ബാക്കി ഏറെക്കുറെ എൻ്റെ മടി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ആ വീഡിയോ ചെയ്യാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കട്ടെ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. എൻ്റെ വീടല്ല, ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന ഇപ്പോഴത്തെ വീട്. ഇതെവിടെയാണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഇത് അരവൂര് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. അതായത് അത്താണി അമ്പലപുരം അരവൂര് ആ ഒരു സ്ഥലം. അത് ഞാൻ വിചാരിച്ച് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാമെന്നാണ് കേട്ടോ. പിന്നെ ഞാൻ എന്താ പറയുക, ഇവിടെ കാണിക്കാനായിട്ട് കുറച്ചധികം ഉള്ളത് കൊണ്ട്, അതായത് കുറച്ച് റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അതും ബോറടിപ്പിക്കാത്തൊരു കുട്ടി വീഡിയോ കേട്ടോ. അപ്പോൾ ഹാളിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു കസാരയും അല്ല 2 കസാരയും ഒരു മേശയും. പിന്നെ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ നമ്മൾ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടി വിയും കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് 2 റൂമുണ്ട്. നടുവിലായിട്ടൊരു പൂജാമുറി പോലെ നമുക്ക് വിളക്കൊക്കെ വെക്കാനായിട്ടുള്ളതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ വിളക്കൊക്കെ വയ്ക്കുക. ഇവിടെയാണ് ഞങ്ങളൊക്കെ മുന്നേ വന്നവരൊക്കെ ഇങ്ങനെ സാമി ഫോട്ടോ ഒക്കെ വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇവിടെ തന്നെയാവും വിളക്ക് വയ്ക്കാന്ന് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു റൂമിലാണ് കിടക്കുക. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഒരു കട്ടിലുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു അലമാര അവിടെ തന്നിട്ട് 2 അലമാര ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേങ്കിൽ കട്ടിൽ ഞങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല, കാരണം ചൂടാണ്. അപ്പോൾ ഒരു കട്ടിലിൻ്റെ മുകളിൽ ഞങ്ങൾ എല്ലാവരും കൂടെ കിടന്നാൽ ഭയങ്കര ഉഷ്ണമായിരിക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ വിശാലമായി കിടക്കാൻ വേണ്ടി താഴത്താണ് കിടക്കുക. ഈ ഒരു റൂമിലാണ് ഞാൻ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ. ഈ ഒരു മിറർ ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്തതാണ്. പിന്നെ അപ്പുറത്തെ സംഭവം ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ ഇവിടെ കണ്ണൻ്റെ ദുബായിത്തെ പെട്ടിയും അതുപോലെ തന്നെ കുക്കുവിൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ ഇങ്ങനെ വെച്ചേക്കണ ഒരു റൂമാണ്. അതുപോലെ തന്നെ എന്താ പറയുക, അതിൻ്റെ മുകളിലായിട്ട് ഒരു കിടക്കയുണ്ട്. അത് ഇവിടെ ഉള്ള ആൾക്കാരുടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളത് യൂസ് ചെയ്യാത്ത കാരണം മുകളിലേക്ക് കയറ്റി വെച്ചതാണ്. പിന്നെ ഈ ഒരു ഷോക്കേസിലാണ് എൻ്റെ എല്ലാവിധ മേക്കപ്പ് സാധനങ്ങളും. വേറെ ആരുടെയും ഞാൻ കേട്ടില്ല കേട്ടോ. അതായത് പ്രൊമോഷൻ്റെ പ്രൊഡക്റ്റ് ആയാലും എല്ലാം ഈ ഒരു കലവറയ്ക്കകത്താണ്. അതുപോലെ തന്നെ എൻ്റെ ബാഗുകൾ, പിന്നെന്താ പാഡ്. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് പീരീഡ്സ് ആകുമ്പോൾ പാഡാണോ എന്താണ് യൂസ് ചെയ്യാൻ. ഞാൻ പാഡാണ് യൂസ് ചെയ്യാൻ കേട്ടോ. പിന്നെ ഈ ഒരു കുർത്തിയുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. അടിപൊളി കുർത്തിയാണ്. ഞാൻ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, എങ്കിലും ലോങ് വീഡിയോ ചെയ്തപ്പോൾ ഇട്ടപ്പോൾ ഞാൻ കാണിച്ചെന്താണ് കേട്ടോ. നല്ലൊരു കോട്ടൺ കുർത്തിയാണ്. എന്താ പറയുക, പൊളിയൊന്നുമില്ല, അതായത് സ്ലിറ്റഡ് അല്ല. അതുപോലെ തന്നെ എന്താ കോട്ട് സെറ്റാണ്. പിന്നെ ഹാളിൽ നിന്ന് വീണ്ടും നമ്മൾ വരുമ്പോൾ ഇപ്പുറത്തെ ഒരു റൂമുണ്ട്. ഈ റൂമിലാണ് നമ്മൾ കട്ടിലിട്ടിരിക്കുന്നത്. ഓൾറെഡി ഇവിടെ തന്നെ കട്ടിലിട്ടിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ കിടക്കുന്ന റൂമിലേക്ക് ഇടാനായിട്ട് ആദ്യം നോക്കി, പക്ഷേ കട്ടിൽ വരുന്നില്ല. പിന്നെ ഈ റൂമിൽ ബാത്റൂം ഉണ്ട് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ കിടക്കാനായിട്ട് സൗകര്യമുണ്ട്. അതായത് കട്ടിലും ബാത്റൂമും രാത്രി ടോയ്ലറ്റിൽ പോകണമെങ്കിലൊക്കെ സുഖമാണ്. എങ്കിലും ഞങ്ങൾക്ക് കിടക്കാൻ ആ റൂമിലായതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ കിടക്കുന്നു കേട്ടോ. അപ്പോൾ 3 റൂമുണ്ട് ഈ വീട്ടിൽ. ഇനി അവിടെ നിന്ന് നേരെ വരുമ്പോൾ ഇതാണ് കിച്ചൺ ഭയങ്കര വലുതാണ് കേട്ടോ. ഈ വീടിൻ്റെ എത്രത്തോളം വലുതാണെന്ന് എനിക്ക് വീഡിയോയിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ഇവിടെ നിന്നാലാണ് അറിയത്തുള്ളൂ കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്ത്, കിച്ചൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഓപ്പൺ ഡൈനിങ് ഏരിയ പോലെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു വീടിൻ്റെ കിച്ചൺ വരെ ഉണ്ടായിരുന്നുള്ളൂ. കിച്ചനും വർക്ക് ഏരിയയും ഡൈനിങ് ഏരിയ കൂട്ടിയെടുത്തതാണെന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ ഒരു ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ അവിടെ തീർന്ന്. ഇവിടെ ഒരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 സൈഡിൽ എന്താ പറയുക, അടുപ്പുണ്ട്. അതായത് നമ്മളെ നോർമൽ അടുപ്പുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റവ് വെക്കാനുള്ളതുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ നിന്നിട്ടും കിച്ചണിൽ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പാത്രങ്ങൾ വെക്കാനുള്ള സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കഴുകിയ പാത്രങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുക. കഴുകിയിട്ട് ഉണങ്ങാനായിട്ട് പുറത്താണ് വയ്ക്കുക. അപ്പോൾ ഇവിടെ സ്റ്റാൻഡ് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്, പക്ഷേ സ്റ്റാൻഡ് ഇതുവരെ എത്തിയിട്ടില്ല. അത് നമ്മൾ വീണ്ടും പുറത്തോട്ട് പോകുമ്പോൾ വർക്ക് ഏരിയ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വർക്ക് ഏരിയ ഹാളിൻ്റെ അത്രയും വലിപ്പുണ്ട്, അത്രയുണ്ട് കേട്ടോ. ഒരു വാഷിംഗ് മെഷീൻ വെച്ചിട്ടായാലും നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഈ ഒരു അലമാര അവിടെ നമുക്ക് സ്വന്തമായിട്ടല്ല, അവിടെ ഉണ്ട്. അപ്പോൾ തുണികളൊക്കെ വെക്കാൻ ഞങ്ങൾക്ക് അലമാര ഒന്നുമില്ല, കാരണം ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് വരുമ്പോൾ വാങ്ങാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ചാക്കക്കെട്ടുകളുണ്ടല്ലോ, അതൊക്കെ നഗരസഭയുടെ ആൾക്കാർ വരുമ്പോൾ, നഗരസഭയുടെ അല്ലേ മറ്റേ അവർ വരുമ്പോൾ കൊടുക്കാനായിട്ട് വെച്ചേക്കുന്നത്. അവർ കഴിഞ്ഞ മാസം വന്നിട്ടില്ല. ആ സമയത്ത് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ മാസത്തേക്കും കഴിഞ്ഞ മാസത്തേക്കും ആ ചാക്കക്കെട്ടുകളിലാണ്. പിന്നെ ഈ അലമാരിക്കകത്ത് ഒന്നുമില്ല, ഞങ്ങളുടെ തുണികൾ മാത്രമേ ഉള്ളൂ. പിന്നെന്താ, ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട്. അത് വലിയ ബാത്റൂമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ അല്ല, ഈ ഒരു വീട് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്ന് പറയട്ടെ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ വീടിൻ്റെ അടുക്കളയാണ്, കാരണം നമ്മൾ കൂടുതൽ അവിടെയാണല്ലോ യൂസ് ചെയ്യാം. അപ്പോൾ എന്താ പറയുക, എങ്ങാനും വീടൊക്കെ പണിയുന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒരു അടുക്കള പണിയണം എന്നുള്ളത് ആഗ്രഹമൊക്കെ ഉണ്ട്, നടക്കുമെന്നറിയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റാ.